ഇന്ന് രാവിലെ നമുക്ക് കുറച്ച് വെള്ളയപ്പം ഉണ്ടാക്കാം. വെള്ളയപ്പവും മുട്ടക്കറിയും നല്ല ടേസ്റ്റാല്ലേ. എനിക്കിഷ്ടമാണ് കേട്ടോ വെള്ളയപ്പവും മുട്ടക്കറിയും. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പച്ചരി വെള്ളത്തിലിട്ട് വയ്ക്കും. തലേ ദിവസം ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിലേക്ക് ഒരു കൈപ്പിടി ചോറിടും. പിന്നെ അത് അരച്ചിട്ട് കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് ഒന്നും കൂടി അരച്ച് വയ്ക്കും. അങ്ങനെ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നമ്മളിവിടെ പാലപ്പമാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ പശുമ്പാലൊഴിക്കും. അല്ല വെള്ളയപ്പം ആയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നാളികേരം പാലൊഴിക്കും. കുറച്ച് പഞ്ചസാര ഇടണം, ഉപ്പിടണം. ഈ ചീഞ്ചട്ടി ഞാൻ പലഹാരം ഉണ്ടാക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് അപ്പച്ചട്ടിയൊന്നുമില്ല, അപ്പം അതുകൊണ്ട് ചീഞ്ചട്ടിയിലാണ് ഉണ്ടാക്കാറ് സ്വതവേ. അപ്പം ഇത് ഒട്ടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ, നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഞാൻ ഇതിൽ പലഹാരം മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. എണ്ണക്കടികൾ ഉണ്ടാക്കും, പിന്നെ ഈ വെള്ളയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അപ്പം വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിളിക്കണം മോള്. അവൾക്ക് ഇന്ന് സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പം മുടിയൊന്ന് അയൺ ചെയ്തിട്ട് കൊടുക്കണമെന്ന്. അപ്പം എന്നാൽ മുടിയൊന്ന് അയൺ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം തീയൊക്കെ കുറച്ച് വെച്ച് ഞാൻ മുടി അയൺ ചെയ്യാൻ പോയി. മുടി അയൺ ചെയ്ത് ഈ മുടി ഉണ്ടല്ലോ, അവളുടെ മുടി ഓൾറെഡി സ്ട്രെയിറ്റ് ആണ്. പക്ഷെ എന്നും പിന്നിട്ടിട്ടൊക്കെ പോകുന്നത് കൊണ്ട് ഇടയ്ക്കൊക്കെ ചുരുണ്ട് ഇങ്ങനെ. പിന്നെ എണ്ണയൊക്കെ സ്ഥിരം തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടി സ്വാഭാവികമായിട്ടും ചുരുണ്ട് കയറി പോകും. പിന്നെ അപ്പം ആൾക്ക് ഇഷ്ടമാണ് ചുരുണ്ട മുടി. പിന്നെ അവൾക്ക് സ്വതവേ മുടി ഇഷ്ടമില്ല കേട്ടോ. അവൾക്ക് മുടി എപ്പോഴും കട്ട് ചെയ്ത് ഇത്രയും തോളിൻ്റെ അത്ര ഇഷ്ടമുള്ളൂ. ഇപ്പം മുടി വലുതായി, വെട്ടിക്കളയണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഇതൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാമല്ലേ. അപ്പം സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ ഇത് വെറുതെ ജെല്ല് പറ്റിയിട്ട് വെറുതെ അയൺ ചെയ്തിട്ടിട്ടുള്ളൂ. സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ല, അയൺ ചെയ്തിട്ടിട്ടുള്ളൂ. അപ്പം കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിലൊക്കെ എടുക്കും. പിന്നെ കാറ്റൊക്കെ അടിക്കുമ്പോൾ പിന്നെ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം ലാസ്റ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അങ്ങനെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ കിടന്നോളും, കാണാനും ഭംഗിയുണ്ടാവും. അപ്പം അങ്ങനെയാണ് ഇവിടുന്ന് ചെയ്ത് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെയാണ് അയൺ ചെയ്തിട്ടിട്ട് പോകുന്നത്. പിന്നെ സ്ട്രെയിറ്റിംഗ് ക്രീമൊക്കെ തേച്ചിട്ട് വേണം അയൺ ചെയ്തിട്ട്. സ്ട്രെയിറ്റ് ചെയ്തതല്ല കേട്ടോ, ഇത് അയൺ ചെയ്തില്ല. പിന്നെ ഇവർക്ക് സ്റ്റെപ്പ് കെട്ടിയിട്ടിരിക്കണ കാരണം കൊണ്ട് 2 സ്റ്റെപ്പായിട്ടാണ് മുടി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മുടെ വെള്ളയപ്പമൊക്കെ റെഡിയായി. അതിനിടയിൽ കൂടെ വെള്ളയപ്പമൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തു. അങ്ങനെ കഴിക്കാൻ കൊടുക്കുന്നു, കുട്ടികൾ കഴിക്കുന്നു, സ്കൂളിൽ പോകുന്നു. ഇനി 4 മണിക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബജ്ജിയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.